എല്ലാവർക്കും നമസ്കാരം. വളരെ ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കുറുപ്പം പ്രദേശത്താണ്. എൻ്റെ ഈ പിറകിൽ കാണുന്ന വീട് പുത്തംവീട്ടിൽ ഷിജു ത്യാര ദമ്പതികളുടെ വീടാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്ത കുട്ടി മീനാക്ഷി, രണ്ടാമത്തെ മിഥുന. മീനാക്ഷി ഇന്ന് കാലത്ത് അവരുടെ മുറിയിൽ കുട്ടിയുടെ മുറി തുറക്കാതെ വന്നപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടി മുറിക്കകത്ത് ജനൽപ്പാളികളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുകയാണ്. ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുട്ടി കൊരട്ടി LF സ്കൂളിൽ +1 കഴിഞ്ഞ് +2ലേക്ക് കടന്നിരിക്കുകയാണ്. മികച്ച രീതിയിൽ പഠന നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയാണ്. SSLCക്ക് ഫുൾ A+ നേടിയ ഒരു കുട്ടിയാണ്. അതുമാത്രമല്ല കലാമേഖലകളിലൊക്കെ തന്നെ വളരെ മികവ് പുലർത്തിയിട്ടുള്ളൊരു കുട്ടിയാണ് ഈ മീനാക്ഷി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗം, മോണോ ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SNDPയുടെ പരിപാടികൾ ഉൾപ്പെടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് വഴുതി വീഴുന്നത് അറിയില്ല. താഴെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, മിഥുന. ഇവിടെ പൂലാനി VBP സ്കൂളിൽ വിദ്യാർത്ഥിനിയാണ്. അച്ഛൻ ഷിജുചേട്ടൻ ഡ്രൈവറാണ്. ഇവിടെ എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള സഹായിയായിട്ടുള്ളൊരു ചേട്ടനാണ്. ഭാര്യ ത്യാര ചേച്ചി ഇറ്റലി 2 വർഷം മുൻപാണ് ഇറ്റലിയിൽ പോയിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ കൗമാര കാലഘട്ടത്തിൽ ഇത്തരം കഴിവുകളുള്ള കുട്ടികൾ ഇതുപോലുള്ള മരണങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെയൊക്കെ തന്നെ ഈ കുട്ടിയെ ഇവിടെ കണ്ടവരുണ്ട്. യാതൊരു പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല. പക്ഷേ മീനാക്ഷി പുറത്തങ്ങനെ അധികം ആളുകളോട് സംസാരിക്കുന്ന ഒരാളല്ല. എന്താണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചതെന്നുള്ള ഒരു നടുക്കത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരും ആളുകളൊക്കെ തന്നെ. മീനാക്ഷിയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.